വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പൊ സ്വീഡനിൽ വന്നിട്ട് ഞങ്ങൾ എങ്ങനെ ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിച്ചു, ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ എളുപ്പമാണോ അതോ പാടാണോ, എന്തൊക്കെ പാർട്ട് ടൈം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് ഇപ്പോൾ സ്വീഡനിൽ പഠിക്കാൻ വരുന്നവർക്കും ഇതിപ്പോൾ ഒറ്റയ്ക്ക് വരുന്നവരാണെങ്കിലും ഫാമിലി അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്നവരാണെങ്കിലും ജോബ് ഓപ്ഷൻസിന്റെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാനും എന്തൊക്കെയാണ് ഓപ്ഷൻസ് അറിയാനും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളെ ജോലിനെ പറ്റി പറയാം. സോ ഞങ്ങൾ ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ 2 വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഫുൾ ടൈം വർക്കും ചെയ്യുന്നുണ്ട്, പകല് ഈവനിങ് പാർട്ട് ടൈമും ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു സ്വീഡിഷ് ക്ലീനിങ് കമ്പനിയിലാണ്. അതിന്റെ ടൈം വരുന്നത് മോർണിംഗ് 8 ടു ഈവനിങ് 5 ആണ്. അത്രയും ടൈം വർക്ക് ഇല്ല, എൻ്റെ അവൈലബിലിറ്റി ആണത്. അതായത് മോർണിംഗ് 8 ടു ഈവനിങ് 5ന്റെ ഉള്ളിലാണ് എനിക്ക് ഷിഫ്റ്റ് വരിക. ചില ദിവസങ്ങളിൽ 5 hour വർക്ക് ഉണ്ടാവും, ചില ദിവസങ്ങളിൽ 6 hour, മാക്സിമം 8 hours ആണ് വരിക. അത് വീക്കിലി ചിലപ്പോൾ ഒരു ദിവസമൊക്കെ 8 hour ഉണ്ടാവുള്ളൂ. ഈവനിങ് പാർട്ട് ടൈം ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്താണ് ഈവനിങ് പാർട്ട് ടൈം ചെയ്യുന്നത്. ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്, പേരും ദ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഞാൻ കിച്ചണിലും ദിൽഷാന F&B സർവീസിലുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ജോബ് റോൾ ഡീറ്റെയിൽസ് ഞാൻ കിച്ചൺ ഹെൽപ്പർ ആയിട്ടാണ്. എന്റേതെന്ന് പറഞ്ഞാൽ ഓരോ ഷിഫ്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില ദിവസം ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലീനിങ് ആൻഡ് സെറ്റിംഗ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ്, അങ്ങനെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഞാൻ കിച്ചൺ ഹെൽപ്പർ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈവനിങ് എനിക്കൊരു 5 hour, മേ ബി ക്ലോസിംഗ് സമയം നേരത്തെ ആവുകയാണെങ്കിൽ അതിന് മുന്നേ തീരും. ഡിപ്പെൻസ് ഓൺ ക്ലോസിംഗ് ടൈം ആണ് എൻ്റെ വർക്ക് ടൈം വരുന്നത്. ഈവനിങ് 5 ടു ക്ലോസിംഗ് ടൈം, അങ്ങനെയാണ് ഷെഡ്യൂൾ വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന 2 സ്ഥലത്തും എനിക്ക് ഫിക്സഡ് അവേഴ്സും ആണ് വർക്ക് വരുന്നത്, അതുപോലെ സാലറിയും ഫിക്സഡ് ആണ്. ഇപ്പോ 2 സ്ഥലത്താണെങ്കിലും ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഈവനിങ് 5 ടു ക്ലോസിംഗ് വരെ ഫിക്സഡ് അവേഴ്സ് ആണ്. അത് എപ്പോഴാണോ ക്ലോസ് ചെയ്യുന്നത് അപ്പം തീരും. അവിടെ ഫിക്സഡ് സാലറി ആണ്. മോർണിംഗ് 8 ടു ഈവനിങ് 5 ആണ് മറ്റേ സ്ഥലത്ത് അവൈലബിലിറ്റി. അതായത് അതിന്റെ ഇടക്കാണ് ഷിഫ്റ്റ് വരിക, അവിടെയും എനിക്ക് ഫിക്സഡ് സാലറി ആണ്. പക്ഷെ ദിൽഷാനന്റെ കേസിൽ ദിൽഷാനയ്ക്ക് ഹവർലി ആണ് സാലറി വരുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഫിക്സഡ് അവേഴ്സ് അല്ല. ചില ദിവസങ്ങളിൽ 3 hour ആയിരിക്കും ഷിഫ്റ്റ്, ചില ദിവസങ്ങളിൽ 4 hour ആയിരിക്കും, ചില ദിവസങ്ങളിൽ 2 hour ആയിരിക്കും. അപ്പോൾ എത്രയാണോ വരുന്നത് ആ ഹവറിനനുസരിച്ചിട്ടാണ് പേയ്മെന്റ് വരിക. എല്ലാ ദിവസവും ഷിഫ്റ്റ് ഉണ്ടാവണമെന്നും ഇല്ല. അപ്പൊ നമുക്ക് ഒരു മാസത്തില് ക്ലാസ് അനുസരിച്ചിട്ടുള്ള അവൈലബിലിറ്റി അതെ കൊടുക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഷിഫ്റ്റ് ഇടുക. ആ ദിവസങ്ങളിൽ വർക്കിന് പോയാൽ മതി. എനിക്ക് വീക്കിലി ഒരു ഡേ ഓഫാണ്. ബാക്കി ദിവസങ്ങളിലെല്ലാം റെസ്റ്റോറൻറ്റിൽ വർക്കിന് പോകണം. സ്വീഡിഷ് കമ്പനി ക്ലീനിങ് കമ്പനിയിൽ എനിക്ക് 2 ദിവസം വീക്കിലി സാറ്റർഡേ സൺഡേ ഓഫാണ്. ബാക്കി ദിവസങ്ങളിൽ വർക്കിന് പോകണം. പിന്നെ അവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആയാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ, അതായത് എല്ലാവരും ഒരു ഫ്രണ്ട്ലി ടൈപ്പ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇല്ല. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ ജോബ് കിട്ടിയത്, എങ്ങനെയൊക്കെയാണ് ഇവിടെ ജോബ് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനാണ് ഫസ്റ്റ് ജോബിന് കയറിയത് ഇവിടെ വന്നിട്ട്. August 5 ഞങ്ങൾ ഇവിടെ എത്തി. September 6 ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലാണ് ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആ ജോബ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ അന്ന് വേറൊരു കപ്പിളും കൂടെ ആ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്യല്ല, അവർ വഴിയാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജോബ് കിട്ടിയത്. അവരുടെ അപ്പാർട്ട്മെന്റിലുള്ള ഒരു ശ്രീലങ്കൻ ആള് ഈ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും, ആ കപ്പിളും ഞങ്ങളും കൂടെ പോയി നോക്കി. 4 പേരുടെ പേര് ഡീറ്റെയിൽസ് കൊടുത്ത് അതിൽ നിന്ന് അപ്പോൾ അവർ 2 പേരെ വിളിച്ചു. അപ്പം ഞാനും അവിടെ ഉള്ള ആളും ഞങ്ങൾ 2 പേരും കൂടെയാണ് ഫസ്റ്റ് വർക്കിന് കയറിയത്. പക്ഷെ ഇവരുടെ ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തോണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവളുടെ കാര്യം കൂടെ ഷെഫിൻ്റെ അടുത്ത് സംസാരിച്ച് ഷെഫ് നോക്കാമെന്നും പറഞ്ഞു. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഷെഫ് പറഞ്ഞു എന്നാ വന്നോട്ടെ, ട്രെയിനിങ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. ആദ്യം 2 പേരും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഫൈനലി പിന്നെ പുള്ളി പറഞ്ഞു എന്നാ വന്നോട്ടെ, ട്രെയിനിങ് ചെയ്തോട്ടെ 3 ദിവസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവളും അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. സോ ആ ഒരു ജോബ് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതും ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയി നോക്കിയത്. പക്ഷെ എന്നാലും ആ ജോബ് കിട്ടുന്നതിന് മുന്നേ ഞങ്ങൾ കുറെ സ്ഥലത്ത്, അതായത് വന്ന ആ ഒരു ടൈമിൽ ജോലിക്ക് അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ഹോട്ടൽസിലെല്ലാം പോയി അന്വേഷിച്ചപ്പോൾ അവര് അവരെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാനായിരുന്നു പറഞ്ഞത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ടും വലിയ അതായത് ഒരു റിപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ കൂടുതലും ഇപ്പോൾ റെസ്റ്റോറന്റ് ആണെങ്കിലും ബാക്കി ജോബ്സ് ഒക്കെ ആണെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ളത് സമ്മറിലാണ്. അപ്പോൾ സമ്മർ കഴിഞ്ഞാൽ മേ ബി അവർ ഇപ്പോൾ ഹയറിങ് സ്റ്റോപ്പ്, സമ്മറിൽ ഓൾറെഡി അവർ ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് മിക്ക സ്ഥലത്തും റിജക്ഷൻസ് ആയിരുന്നു. കാരണം അപ്പോൾ അവർ ഓൾറെഡി സ്റ്റാഫിനെ എടുത്തു, ഇനി സ്റ്റാഫിനെ എടുക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്.
പിന്നെ ഇപ്പോൾ എനിക്ക് ഇവിടുത്തെ ക്ലീനിങ് കമ്പനിയിൽ ജോലി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ അത് ഒരാള് പറഞ്ഞതാണ് എൻ്റെ അടുത്ത്, ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഒരു ദിവസം ഞാൻ ലുണ്ടില് വൈകുന്നേരം നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു പാകിസ്ഥാൻ ആളെ മീറ്റ് ചെയ്തു. പുള്ളി അവിടെ ടാക്സി ഡ്രൈവറാണ്. അപ്പൊ പുള്ളിന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു നാട്ടിൽ ഇന്ന ജോബൊക്കെ ചെയ്ത് ഇപ്പൊ ജോബ് നോക്കുന്നുണ്ട്, ഡേ ടൈമിൽ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളി ഇവിടെ വന്ന സമയത്ത് ഒരു 4 വർഷത്തോളം ഇന്ന ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചുകൊണ്ട് ഹൗസ് കീപ്പിംഗിൽ ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. മേ ബി അത് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഓൺലൈനിൽ. ഇന്ന ആളാണ് അവിടെ മാനേജർ. അപ്ലൈ ചെയ്തിട്ട് റിപ്ലൈ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് പോയി നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്ക് ഇന്റർവ്യൂ കോൾ വന്ന് അത് കഴിഞ്ഞൊരു 1 വീക്ക് വന്നപ്പോൾ അവർ തിരിച്ചു വിളിച്ചു. ഇങ്ങനെ അവർ ഹയർ ചെയ്യാൻ റെഡിയാണ്, ഓഫർ ലെറ്റർ അയക്കട്ടെ, സൈൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഓക്കെ പറഞ്ഞ് ലുണ്ടിലാണ് വർക്ക് വരുന്നതുകൊണ്ട് ഞാൻ സൈൻ ചെയ്തിട്ട് അവർക്ക് റിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ആ ജോബ് കിട്ടിയത്. സോ അത്രയാണ് ഞങ്ങൾക്ക് ജോബ് കിട്ടിയ കഥ. ഞങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ ജോബ് അന്വേഷിച്ച് കുറെ സ്ഥലത്ത് പോയപ്പോൾ നമുക്ക് അത്ര ഒരു പോസിറ്റീവ് റെസ്പോൺസ്. ചിലർ നമ്മളോട് സംസാരിക്കാൻ പോലും തയ്യാറാവില്ല, മെയിൻലി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. കാരണം അവര് സമ്മറിലെ സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി ആൾക്കാരെ ഹയർ ചെയ്തിട്ട് ഫുൾ ആയിരിക്കും. അവരെ കുറ്റം പണ്ടും കാര്യമില്ല, ഓൾറെഡി സ്റ്റാഫുള്ള സ്ഥലത്ത് വീണ്ടും ആൾക്കാരെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോ ഓഗസ്റ്റ് ടു ഇതിപ്പോൾ ഡിസംബർ, ഈ ഒരു മാസത്തിനിടയിൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചത് എന്താ വെച്ചാല് ഇവിടെ ഈസി ആയിട്ട് ജോബ് കിട്ടാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ ഫുഡ് ഡെലിവറി ജോബ്സ്, പിന്നെ അതേപോലെ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫുഡോറ, ഊബർ ഈറ്റ്സ്, വോൾട്ട്, വേറെ ഏതൊക്കെ ആപ്സ് ഉണ്ട്. മെയിൻലി ഈ ഒരു 3 ഞങ്ങൾ കണ്ടു പരിചയമുള്ളത്. ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഊബർ ഈറ്റ്സ്, ഫുഡോറയാണ് കൂടുതൽ. പിന്നെ വോൾട്ടും അത്യാവശ്യം ഫുഡോറ പോലെ തന്നെ അത്യാവശ്യം ഇവിടെ എല്ലാവരും ചെയ്യുന്നൊരു ജോബാണ്. അതേപോലെ ഹോട്ടൽ ജോബ്സ് ഉണ്ട്, പിന്നെ അതേപോലെ ഈ ക്ലീനിങ് ജോബ്സ്, കെയർ ടേക്കിംഗ് ജോബ്സ്, പിന്നെ വെയർ ഹൗസ്, അങ്ങനത്തെ എല്ലാ ജോബ് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഫുഡോറ പോലത്തെ ജോബ്സ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അവരെ വെബ്സൈറ്റ്, ഇതെല്ലാം തന്നെ അവരെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യേണ്ട ജോബ്സ് ആണ്. പിന്നെ വേണ്ടത് ഈ അതായത് ഫുഡ് ഡെലിവറി ജോബ്സിന് വണ്ടി മസ്റ്റ് ആണ്. വണ്ടി ഉണ്ടെങ്കിലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഈവൻ സൈക്കിൾ ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റും സമ്മർ ടൈമിൽ. സ്വീഡിഷ് ഐഡിയും വേണം. ചെയ്യാൻ പറ്റില്ല. സ്വീഡിഷ് ഐഡിയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫുഡ് ഡെലിവറി ജോബ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. യെസ്, വെയർ ഹൗസ് ജോബ്സ് ഒക്കെ മോസ്റ്റ്ലി സമ്മറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള ഒരാള്, ഒരു ശ്രീലങ്കൻ ആള് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി സമ്മറിൽ ഞങ്ങൾ വന്ന സമയത്ത് വെയർ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. സമ്മർ കഴിഞ്ഞാൽ ആ ജോബ് സ്റ്റോപ്പ് ആകും, അപ്പൊ വേറെ ഫൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൈലബിൾ ജോബ് ഓപ്ഷൻസിന്റെ സിറ്റുവേഷൻസ്. ഇതൊക്കെ നമ്മളൊക്കെ അപ്ലൈ ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാല് വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാം. ഈ ഒന്നെങ്കിൽ ലിങ്ക്ഡിൻ അങ്ങനത്തെ ജോബ് വെബ്സൈറ്റ്സ് ത്രൂ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെ ഓൺ വെബ്സൈറ്റ്സ് ഉണ്ട്, അത് ത്രൂ അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് ഇപ്പോ ജോബിന് ഇവിടെ ഒരു ജോബ് ഫൈൻഡ് ചെയ്യാൻ, ഇപ്പൊ പ്രൊഫഷണൽ ജോബ് ആണെങ്കിലും ഫുൾ ടൈം ജോബ് ആണെങ്കിലും ഇവിടുത്തെ കമ്പനീസിൽ ജോബ് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ഒരു ബാരിയർ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. കാരണം ഇവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്വീഡിഷ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ രാജ്യത്തു നിന്ന് വരുന്നവർക്ക് സ്വീഡിഷ് ഒരിക്കലും ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല. അപ്പോൾ ബേസിക് സ്വീഡിഷ് എങ്കിലും അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അവിടെ ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും ജോബ്സിനാണെങ്കിലും ബെറ്റർ ആണ്. ബട്ട് എല്ലായിടത്തും സ്വീഡിഷ് മസ്റ്റ് അല്ല. ഇംഗ്ലീഷ് വെച്ചിട്ട് നമുക്ക് ജോബ്സിന് കയറാം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സ്വീഡിഷ് ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നായാലും മതി. രണ്ടും അറിയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പൊ ഇംഗ്ലീഷ് മാത്രമാണെങ്കിലും നമുക്ക് വർക്കിന് കയറാൻ പറ്റും. പക്ഷെ സ്വീഡിഷ് അറിയുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഗ്രാജുവലി നമ്മൾ പഠിക്കും. വന്ന സമയത്ത് തന്നെ നമുക്ക് എന്തായാലും അറിയുന്നുണ്ടാവില്ലല്ലോ. പിന്നെ സ്വീഡിഷ് പഠിക്കാനായിട്ട് ഇവര് നമുക്ക് SFI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്വീഡിഷ് പഠിക്കാം. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ജോബ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ജോബ് ഫൈൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഞാനിവിടെ മനസ്സിലാക്കി വെച്ച കാര്യം കൊണ്ട് പറഞ്ഞുതരാം. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് സ്വീഡിഷ് അറിയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. സ്വീഡിഷ് അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്ക ജോബ്സും, ഞങ്ങളിപ്പോ ഇവിടെ വന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു സ്വീഡിഷ് അറിയുകയാണെങ്കിൽ ഓക്കെയാണ്, അവർ ഹയർ ചെയ്യാൻ വില്ലിംഗ് ആണ്. മിക്ക സൂപ്പർ മാർക്കറ്റിന്റെയും കേസ് അതാണ്. സ്വീഡിഷും ഇംഗ്ലീഷും അറിയുകയാണെങ്കിൽ അവർ ഹയറിംഗ് ഒരുപാട് നടത്തുന്നുണ്ട്. നമ്മൾ വില്ലീസ് അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞത് സ്വീഡിഷ് അറിയണം എന്നാണ്. സ്വീഡിഷ് അറിയാത്ത ആൾക്കാർക്ക് ജോലിയില്ല. സോ സ്വീഡിഷ് ഈസ് ഫസ്റ്റ് ഫാക്ടർ. സ്വീഡിഷ് അറിയുകയാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ഹൈ ചാൻസ് ആണ്. പിന്നെ വേറെ നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. നമുക്ക് ഇവിടെയുള്ള കോണ്ടാക്ട്സ് അല്ലെങ്കിൽ നമ്മളിവിടെയുള്ള പരിചയക്കാര്, കൂടുതൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരുപാട് ജോബ് അവൈലബിലിറ്റിന്റെ ഓപ്ഷൻസ് അറിയാൻ പറ്റും.
ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പോൾ 2 സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരാള് ഞാനുമായിട്ട് പരിചയമാവുന്ന പുള്ളിന്റെ പ്രൊഫഷൻസ് ഇങ്ങനെയാണ്, നാട്ടിൽ ക്ലീനിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുകയാണെങ്കിൽ എനിക്കിപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലീനിങ് കമ്പനിയിൽ ഓപ്ഷൻസ് വരികയാണെങ്കിൽ എനിക്ക് പുള്ളിനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ അവൈലബിലിറ്റി ഉണ്ടെന്ന് പറയാം. സോ അതാണ് നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുക, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക. അതിന് ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് ഇവിടെ. ഇപ്പൊ പഠിക്കാൻ വരുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ സ്വീഡനിൽ നിന്നുള്ളവരായിരിക്കാം, വേറെ കൺട്രീസിൽ നിന്നുള്ളവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ്. ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻസ് ആണെങ്കിലും അല്ലാത്ത കൺട്രീസ് ആണെങ്കിലും സീനിയേഴ്സിനെ പരിചയപ്പെടുന്നത്. അവർ ഓൾറെഡി ചിലപ്പോൾ അവിടെ 1 ഇയർ 2 ഇയർ ഒക്കെ നിന്നിട്ടുള്ളവരായിരിക്കാം. അവർ മുൻപ് വർക്ക് ചെയ്ത ജോബ്സ് ഉണ്ടാവാം, മുൻപ് ജോബ് ഫൈൻഡ് ചെയ്ത ഐഡിയാസ് ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ബിൽഡ് ചെയ്യുന്നത് ജോബ് കണ്ടെത്താൻ ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ്. ഇപ്പൊ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ എന്നാ ഒരു പാകിസ്ഥാൻ ചങ്ങായിയായിട്ട് 10 മിനിറ്റ് ജസ്റ്റ് സംസാരിച്ചുകൊണ്ട് എനിക്കൊരു ജോബ് കിട്ടി. സോ അതുപോലെ നിങ്ങൾക്കും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ജോബ് ഫൈൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ അത് എളുപ്പമായിരിക്കും. ശരിക്കും നമ്മൾ ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു ടൈമും കൂടിയായിരുന്നു. കാരണം സൗത്ത് ഇന്ത്യയിൽ ജോലി ഉണ്ട്, പക്ഷെ അതല്ലാണ്ട് വേറൊരു ജോലി ഡേ ടൈമിൽ ചെയ്യാനൊരു ജോബ് നോക്കുന്ന സമയമായിരുന്നു. കറക്റ്റ് സമയത്ത് പുള്ളീനെ കണ്ടു, ആ ഒരു ജോബ് അത് കിട്ടി. ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്ക്. സോ അതാണ് ഇപ്പൊ വരുന്നവർക്കും നമുക്കൊരു അഡ്വൈസ് കൊടുക്കാനുള്ളത്, ഒരു കോണ്ടാക്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അതിപ്പോ ഇന്ത്യൻസ് തന്നെ ആവണമെന്നൊന്നുമില്ല, ഏത് ഏതാ. രാജ്യക്കാരാണേലും. പിന്നെ ഉള്ളതാണ് എന്താ, ജോബ് സെർച്ചിങ് വെബ്സൈറ്റ്സ്. വെബ്സൈറ്റ്സ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പ്രൊഫഷണൽ ജോബ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ നോക്കുന്നത് ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണെങ്കിൽ IT കമ്പനീസ് ഇൻ സ്വീഡൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല കമ്പനീസ് വരും. അവരുടെ വെബ്സൈറ്റ് നോക്കി അതിൽ കരിയേഴ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്റർവ്യൂ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആണ്. ഇപ്പൊ ഫയാസിന്റെ കേസിലാണെങ്കിലും നമ്മൾ കുറെ ഹോട്ടൽസിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതും കൊണ്ടും ഫ്രണ്ട് ഓഫീസിൽ എക്സ്പീരിയൻസ് ഉള്ളതും കൊണ്ടും കുറെ ഹോട്ടൽസിൽ നമ്മൾ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാൻ പറഞ്ഞത് ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോഴും എന്താ സ്വീഡിഷ് അറിയാത്തയും കൊണ്ടാണ് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് മെയിൻലി. പിന്നെ അതല്ലാണ്ട് ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ മാനേജർ ഒരു ലേഡി ആയിരുന്നു, ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരിനെ ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു എന്റെ CV ഒക്കെ ഇംപ്രസീവ് ആണ്, പക്ഷെ അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പുള്ളിക്കാരി മാത്രമേ ഇംഗ്ലീഷ് ഓൺലി സ്റ്റാഫ് ഉള്ളൂ, ബാക്കി എല്ലാവരും സ്വീഡിഷും ഇംഗ്ലീഷും സംസാരിക്കുന്നവരാണ്. അപ്പൊ എൻ്റെ അടുത്ത് നെക്സ്റ്റ് ഇനിയിപ്പോൾ അവർ ഹയറിങ്ങും സ്റ്റോപ്പ് ചെയ്തേക്കാണ്, നെക്സ്റ്റ് ഹയറിംഗ് ഉണ്ടാവുക അടുത്ത സമ്മറിലായിരിക്കും. അപ്പൊ ആ സമയത്തേക്ക് സ്വീഡിഷ് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്നുകൂടെ റിട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അവിടെ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വീഡിഷ് അറിയുകയാണെങ്കിൽ ഓപ്ഷൻസ് കൂടുതൽ കിട്ടും. പിന്നെ അതുപോലെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. പ്രൊഫഷണൽ ജോബ്സ് ആണെങ്കിലും നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇവിടെ വന്ന ഉടനെ നിങ്ങൾ ജോബിന്റെ കാര്യങ്ങളിലേക്ക് ട്രൈ ചെയ്യാം. കാരണം ഇവിടെ വന്ന് ഫസ്റ്റത്തെ ഒരു 3 months നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന മെയിൻ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോ പിന്നെ ഇവിടുത്തെ സാലറി സിസ്റ്റവും അതുപോലെ തന്നെ ഇവിടുത്തെ ടാക്സ് കാര്യങ്ങളും ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒട്ടുമിക്ക വെസ്റ്റേൺ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലും നമ്മൾ ഏൺ ചെയ്യുന്നതിന് ടാക്സ് പേ ചെയ്യണം. ഇവിടെ അത് സെയിം ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 11,000 krona സാലറി ഉള്ള ഒരാളാണെങ്കിൽ ടാക്സ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 9,300 to 9,600 ആ ഒരു റേറ്റിലാണ് ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്ക് കയ്യിൽ കിട്ടുക. അത് ഫുൾ ടൈം വർക്കിനും അതേപോലെ പാർട്ട് ടൈം ജോബ്സിനും ടാക്സ് ഡിഫറെന്റ് ആണ്. പിന്നെ ഡിപ്പെൻസ് ഓൺ നമ്മുടെ സാലറി സ്കെയിൽ അനുസരിച്ചിട്ടാണ് ടാക്സ് വരിക. ടാക്സിന്റെ കേസ് അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇവിടുത്തെ സാലറി സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ January 1 വർക്കിന് കയറുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. നിങ്ങൾ January 1 തൊട്ട് January 31 വരെ വർക്ക് ചെയ്തതിന്റെ സാലറി നിങ്ങൾക്ക് കിട്ടുക February 25 ഞാൻ വർക്ക് ചെയ്യുന്ന 2 സ്ഥലത്തും സെയിം സിസ്റ്റം ആണ് വരുന്നത്. എനിക്ക് ജനുവരിയിലെ സാലറി വരിക February 25 ഫെബ്രുവരിയിലെ സാലറി വരിക 25 മാർച്ച്. ഇപ്പൊ നിങ്ങളൊരു കമ്പനിയിൽ ജനുവരിയിൽ നോട്ടീസ് പീരീഡ് ഇട്ട് 1 month നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് January 31 ലാസ്റ്റ് വർക്കും ചെയ്ത് റിസൈൻ ചെയ്താൽ നമുക്ക് February 25 അക്കൗണ്ടിലേക്ക് ജനുവരിയിലെ സാലറി വരും. അതാണ് ഇവിടുത്തെ സാലറി സിസ്റ്റം. അതായത് ഒരു മാസത്തെ സാലറി അടുത്ത മാസം 25 അത് പറയാൻ കാരണം മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇവിടത്തേക്ക് വരുമ്പോൾ ഫസ്റ്റത്തെ ഒരു 3 months നിങ്ങൾക്ക് ഫണ്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ എക്സ്പെൻസസ്, ഗ്രോസറി പർച്ചേസ്, ട്രാവൽ എക്സ്പെൻസ്, അതുപോലെ തന്നെ റെന്റ്, ഈ ഒരു കാര്യങ്ങൾക്ക് മിനിമം ഒരു 3 monthsലേക്കുള്ള എമൗണ്ടുകൾ നിങ്ങൾ കയ്യിൽ കരുതി വെക്കുക. പേഴ്സണൽ നമ്പറും കോർഡിനേഷൻ നമ്പറും വേണം.
ജോബിന് കയറാൻ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് അത് വന്ന് നിങ്ങൾ ആദ്യം അതൊക്കെ അപ്ലൈ ചെയ്ത് അതൊക്കെ റെഡി ആയിട്ട് ജോബിന് കയറിയാലും നിങ്ങൾ ജോബിന് കയറിയ മാസം സാലറി നെക്സ്റ്റ് മന്ത് ആയിരിക്കും വരിക. സോ എങ്ങനെയും ഫസ്റ്റ് 3 months നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് നിങ്ങൾ എപ്പം കരുതി വെക്കുക. ഒരു മാസത്തേക്കുള്ള കരുതാലോ ഇത് അതിനുശേഷം ജോബ് കിട്ടി സാലറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളൊരു എക്സ്പീരിയൻസ് എന്നാണ് ഇതൊക്കെ ഞങ്ങൾ പറയുന്നത്. പറയുന്നത്. സോ അത് ആ ഒരു ഫാക്ടർ നിങ്ങൾ മനസ്സിൽ വെക്കുക എപ്പോഴും. ആദ്യത്തെ ഒരു 3 മാസം മിനിമം, മേ ബി ഡിപ്പെൻസ് ഓൺ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതിനനുസരിച്ച് 4, 5, 6 ഒക്കെ ആവാം. സോ കരുതി വെക്കുക ആ ഒരു 3 മാസത്തേക്കുള്ള ഫണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളെ ജോബിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും. അപ്പോ സ്വീഡനിൽ ഒരു ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, എന്നാൽ അത്ര ഹെർക്യൂലിയൻ ടാസ്കും അല്ല. നമ്മൾ ഏത് ജോലിയും ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ജോലി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഇനി നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ സജഷൻസോ എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് DM ചെയ്താൽ മതി. ഇതിന്റെ എല്ലാം ഇടയിൽ വേറൊരു കാര്യമുണ്ട്, അതായത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഇവിടെ പഠിക്കാനാണ് വരുന്നത്, അപ്പൊ സ്റ്റഡീസിന് നമ്മൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. സ്വീഡനിൽ പ്രത്യേകിച്ചും അവര് സ്റ്റഡീസിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പോകുന്നുണ്ടോ, നമ്മൾ ഫീസ് അടച്ചിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മൈഗ്രേഷൻ ഏജൻസി യൂണിവേഴ്സിറ്റിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ വിസ വേണമെങ്കിൽ അവർക്ക് ക്യാൻസൽ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ്. ഏത് ടൈം വേണമെങ്കിലും അവർ ക്യാൻസൽ ചെയ്യും. നമ്മൾ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ പോകുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് 1 year സ്റ്റേ ബാക്ക്, അതായത് ജോബ് സീക്കിംഗ് ആയിട്ട് 1 year ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. സോ സ്റ്റഡീസിൽ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്റ്റഡീസിനാണ്. അതിന്റെ കൂടെ തന്നെ ജോബും കൂടെ മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.